നമസ്കാരം. മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫ് കുട്ടികൾക്കായി രചിച്ച നോവൽ ലില്ലിയപ്പ. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാൻ കഥാകാരിയെ ഒന്ന് പരിചയപ്പെടുത്താം. സാറ ജോസഫ്, ജനനം 10/2/1946, തൃശ്ശൂർ ജില്ലയിൽ കുരിയച്ചിറ. പിതാവ് ലൂയിസ്, മാതാവ് കൊച്ചുമറിയം. ചേലക്കാട്ടുകര മാർ തിമോത്തിയൂസ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം. ഗവൺമെൻറ് കോളേജ് അധ്യാപികയായി വിരമിച്ചു. കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയും. കേരള സാഹിത്യ അക്കാദമി മെമ്പറായിരുന്നു. അലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും 2004 വയലാർ അവാർഡും മാറ്റാത്തിക്ക് പ്രഥമ ഒ ചന്തുമേനോൻ പുരസ്കാരവും ലഭിച്ചു. കൂടാതെ അബുദാബി അരങ് അവാർഡ്, കുവൈറ്റ് കലാ പുരസ്കാരം, 2007 പത്മപ്രഭ പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം, OV വിജയൻ പുരസ്കാരം, ബഷീർ പുരസ്കാരം, ശ്വാസുതി നാഷണൽ അവാർഡ്, പ്രഥമ കലൈഞ്ചർ കരുണാനിധി സാഹിത്യ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ കോന്നി മേസ്ത്രിയുടെ പറമ്പ് എന്ന് വിളിച്ചിരുന്ന ഏക്കറുകളോളം പരന്നു കിടക്കുന്ന വിസ്തൃതമായൊരു പറമ്പുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ മുന്നിൽ. ചക്രവാളമായിരുന്നു അതിൻ്റെ അതിരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങിങ്ങ് ചില മരങ്ങളും കുറ്റിച്ചെടികളും ഒഴിച്ചാൽ അതങ്ങനെ വെറുതെ കിടക്കുകയാണ്. അതിനകത്ത് ഒരു കുളവും കിണറുമൊക്കെ ഉണ്ടെങ്കിലും അറ്റ വേനൽക്കാലത്ത് പോലും ആരും അവിടെ പോയി വെള്ളം മെടുക്കാറില്ല. ഭൂതപ്രേതാദികൾ ഉണ്ടെന്ന് നാട്ടുകാരുടെ സംസാരം. ഒരറ്റത്തായി പറമ്പ് നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള വേലായുധേട്ടൻ്റെയും നീലിത്തള്ളയുടെയും കുടുംബം ചെറിയൊരു കുടിലിൽ പാർക്കുന്നുണ്ട്. അവർക്ക് ഭൂതപ്രേതങ്ങളെ പേടിയുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ വന്നിട്ടില്ല. രാത്രിയായാൽ കോന്നിമേസ്ത്രിയുടെ പറമ്പ് കുറ്റാക്കുറ്റിരുട്ടിൽ സമുദ്രമായി മാറും. എൻ്റെ വീടിൻ്റെ ഉമ്മറത്തെണ്ണയിൽ ഇരുന്നു കൊണ്ട് ഇരുട്ടിൽ പല പല രൂപങ്ങളെ ഞാൻ സങ്കല്പിക്കാറുണ്ട്. പ്രേതങ്ങളും യക്ഷികളുമൊക്കെ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇരുട്ട് രുചികളായി കണ്ണിൻ മുന്നിൽ ചലിക്കുന്നത് പോലെ തോന്നും. ഭൂതങ്ങളും പ്രേതങ്ങളുമൊന്നും ഇല്ലെന്ന് തിരിച്ചറിയുന്നതിനും മുമ്പുള്ള കുട്ടിക്കാലത്താണ് ഇതെല്ലാം. ചിലപ്പോഴെല്ലാം ഇരുട്ടിൻ്റെ കടലിൽ കൂട്ടം കൂട്ടമായി മിന്നാമിന്നികൾ പാറും. 100 1000 10,000. എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിലിരുന്നാൽ കോന്നിമേസ്ത്രിയുടെ പറമ്പിൻ്റെ ചക്രവാളത്തിൽ നിന്ന് നിലാവ് പൊന്തി വരുന്നത് കാണാം. അന്നത്തെ ഓണനിലാവിൻ്റെ ഭംഗി പിന്നൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ കുറേ പേർ കാറിലും ജീപ്പിലുമൊക്കെയായി കോന്നിമേസ്ത്രിയുടെ പറമ്പിൽ വന്നിറങ്ങുന്നത് കണ്ടത്. കൂട്ടത്തിൽ കന്യാസ്ത്രീകളുമുണ്ട്. പിന്നീട് വീട്ടിലുള്ളവർ പറഞ്ഞു, കന്യാസ്ത്രീകൾ അവിടെ മഠവും സ്കൂളും ഉണ്ടാക്കാൻ പോവുകയാണ്. അവർ ആ പറമ്പ് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. എനിക്ക് എന്തുകൊണ്ടോ വിഷാദമാണ് തോന്നിയത്. കോന്നിമേസ്ത്രിയുടെ പറമ്പ് എനിക്ക് നഷ്ടമാകുന്നത് പോലെ. ആദ്യം ഉയർന്നത് കൂറ്റൻ മതിൽക്കെട്ടാണ്. എൻ്റെ കാഴ്ചകൾക്ക് വിലങ്ങനെ ഒരു മതിൽ. അതിനു മുമ്പ് തന്നെ നീലിത്തള്ളയും കുടുംബവും അവിടുന്ന് പോയിരുന്നു. അതിവേഗത്തിലാണ് കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങിയത്. വലിയ ആളും ബഹളവും ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഞങ്ങളുടെ മൺവഴിയിലൂടെ നിരന്തരം പൊടി പാറിച്ചുകൊണ്ട് ലോറികളും കാറുകളും മറ്റു വാഹനങ്ങളും പാഞ്ഞുകൊണ്ടിരുന്നു. അതൊരു ബോർഡിംഗ് സ്കൂൾ ആയിരുന്നു. ഞങ്ങളുടെ വീടിന് നേരെയാണ് അതിൻ്റെ കൂറ്റൻ ഗേറ്റ്. ഗേറ്റിൽ നിന്ന് ഒരു നീണ്ട നടപ്പാത താഴേക്കിറങ്ങിപ്പോകുന്നു. നടപ്പാതയുടെ വലതുവശത്തായി സ്കൂൾ കെട്ടിടം. നടപ്പാത അവസാനിക്കുന്നതിൻ്റെയും അപ്പുറത്ത് മഠം. 1964 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ഞാനപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ബോർഡിംഗ് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന മാതാപിതാക്കളും അവരെ വേർപിരിയുന്ന കുട്ടികളും കരയുന്നതും സങ്കടപ്പെടുന്നതും ഒരു നിത്യ കാഴ്ചയായിരുന്നു. എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ദൂരെ കാണുന്ന കാഴ്ചകളെ ഞാൻ പല മാതിരി കഥകളാക്കി സങ്കല്പിച്ചുകൊണ്ടിരുന്നു. കന്യാസ്ത്രീകളുടെ കൈ വിടുവിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന കൊച്ചു കുട്ടികളെ ഞാൻ കണ്ടു.
അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. സ്കൂളിലേക്ക് ദിവസവും ആദ്യം എത്തുന്നത് പാൽവണ്ടിയാണ്. ആ വണ്ടി ഗേറ്റിൽ വന്ന് നിന്ന് ഹോൺ മുഴക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി ഓടി വരുന്നത് കാണാം. ഗേറ്റ് തുറക്കാനാണ്. അവളേക്കാൾ വളരെ വലിയ ഉടുപ്പിട്ട ഒരു കുട്ടി. ഒരു നാൾ നേർത്ത മൂടൽ മഞ്ഞിലൂടെ അവൾ ഓടി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു കൂറ്റൻ വവ്വാലാണെന്ന്. 7 or 8 വയസ്സുണ്ടാവും അവൾക്ക്. അയഞ്ഞു തൂങ്ങിയ ഉടുപ്പ്, മുഷിഞ്ഞു പാർന്ന തലമുടി, ഭയന്ന കണ്ണുകൾ. ഞാൻ അവൾക്ക് കെറ്റീഷ എന്ന് പേരിട്ടു. കെറ്റീഷയിൽ നിന്നാണ് ലില്ലിയപ്പ എന്ന നോവലിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. എൻ്റെ എഴുത്തിൻ്റെ ആദ്യ കാലങ്ങളിലാണ് ഈ കൊച്ചു കൃതി ഉണ്ടാകുന്നത്. തുടക്കത്തിൻ്റെ എല്ലാ ബാലാരിഷ്ടതകളോടെയും. മലയാള മനോരമയുടെ ബാലരമ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ 1980 ഫെബ്രുവരി ലക്കം മുതൽ ഈ നോവൽ അതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പാർട്ട് 1, കൊച്ചു തെമ്മാടി. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പോവുകയാണ്. ഇവരെന്നെക്കൊണ്ട് എന്താണ് കാട്ടുക? എനിക്ക് കയ്യും കുത്തി നിന്ന് ലില്ലി ഉറക്കെ ചോദിച്ചു. കുനിഞ്ഞിരുന്ന് അവളുടെ ഷൂസ് പോളിഷ് ചെയ്യുകയായിരുന്ന കൊച്ചു പെൺകുട്ടി അമ്പരന്ന് തല പൊക്കി നോക്കി. ഇതിനു മുമ്പ് ആരും ഇത്തരം വർത്തമാനം പറയുന്നത് അവൾ കേട്ടിട്ടില്ല. അവളുടെ വലിയ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചെമ്പൻ മുടിയിഴകൾക്കിടയിലൂടെ അവൾ ലില്ലിയെ തന്നെ ഉറ്റുനോക്കി. നിന്റെ അമ്മാമ്മമാരെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അവറ്റ പറയുന്ന ഒരക്ഷരം ഞാൻ കൂട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുരുട്ടണ്ട, ഇത് ലില്ലിയാണ്. പെൺകുട്ടി പെട്ടെന്ന് കുനിഞ്ഞിരുന്നു. എന്നിട്ട് തിടുക്കത്തിൽ അവളുടെ ജോലി തുടർന്നു. ടിന്നിൽ നിന്ന് പോളിഷ് എടുത്ത് ഷൂസിൽ അമർത്തി തേക്കുമ്പോൾ അവളുടെ കൊച്ചു തല മെല്ലെ ഇളകി. ചപ്ര ചിപ്രയായി കിടക്കുന്ന ചെമ്പൻ തലമുടി ഉലഞ്ഞു. അവളിട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ അയഞ്ഞ കൈ താഴോട്ട് ഊർന്നു പോയതിനാൽ മെലിഞ്ഞു മഞ്ഞച്ച ഇടതു തോൾ ലില്ലിക്ക് കാണാമായിരുന്നു. 2 കൈയും താടിക്ക് ഊന്നി വളരെ ഗൗരവത്തിൽ കട്ടിലിൽ ഇരിക്കുകയാണ് ലില്ലി. ഇടയ്ക്കിടെ അവൾ മുഖം പൊന്തിച്ച് അവജ്ഞയോടെ കോണിപ്പടിയിലേക്ക് നോക്കി. അപ്പോഴൊക്കെ കടും ചെമപ്പ് വര പോലെ നേർത്ത മൃദുലമായ കീഴ്ചുണ്ട് മുകളിലേക്ക് കോട്ടിക്കൊണ്ട് അവൾ തോളു കുലുക്കി. ഷൂസ് പോളിഷ് ചെയ്യുന്ന പെൺകുട്ടി ഒന്നും മിണ്ടാതെ അവളുടെ ജോലി തുടർന്നു. ഗേറ്റിൽ ഒരു കാർ വന്ന് നിന്നു. ഹോണടിച്ചു. പെൺകുട്ടി ബ്രഷ് താഴെയിട്ട് എണീറ്റു. അവൾ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും താക്കോൽക്കൂട്ടമെടുത്ത് ഓടാനൊരുങ്ങി. ലില്ലി ദേഷ്യത്തിൽ ചോദിച്ചു. എന്നിട്ട് പെൺകുട്ടിയെ ബലമായി ഉരത്തിൽ പിടിച്ച് താഴെ ഇരുത്തി. ജോലി തുടരാൻ ഉത്തരവ് നൽകുന്നത് പോലെ അവൾ ഒന്നുകൂടി അമർത്തി മൂളി. പരിഭ്രമത്തോടെ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് ഓടി വരാം. വേണ്ട, ലില്ലി കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അവരെന്നെ ചീത്ത പറയും. ഹോ, അവർ ചീത്തയും പറയുമോ? എങ്കിൽ പറഞ്ഞോട്ടെ. അവർക്ക് ചീത്ത പറയാമെങ്കിൽ നിനക്കത് കേട്ടാലെന്താ? പക്ഷേ ഇപ്പോൾ എൻ്റെ ഷൂസ് പോളിഷ് ചെയ്യൂ. കാറുകാരൻ ക്ഷമ കെട്ട് തുടരെ ഹോണടിച്ചു. ഞാൻ ഒറ്റ ഓട്ടത്തിന് ഓടി വരാം. ക്ഷമാപണ സ്വരത്തിൽ പതുക്കെ പെൺകുട്ടി പിറുപിറുത്തു. മിണ്ടരുത്, ലില്ലി ചീറ്റി. അവൾ ഷൂസ് ഇട്ട കാലുകൊണ്ട് നിലത്ത് അമർത്തി ചവിട്ടി. പെൺകുട്ടി പതുക്കെ കരയുന്നത് പോലെ അപേക്ഷിച്ചു. എന്നെ വിടൂ, സിസ്റ്റർ വഴക്കു പറയും. ഇതാ വിട്ടു. ലില്ലി പെൺകുട്ടിയുടെ തോളമർത്തി നിലത്തിരുത്തി. എന്നിട്ട് ഷൂസ് ഇട്ട വലതുകാൽ പെൺകുട്ടിയുടെ മടിയിലേക്ക് കയറ്റിവെച്ചു. ദയനീയമായി അവളെ നോക്കിക്കൊണ്ട് പെൺകുട്ടി പിന്നെയും ബ്രഷ് കയ്യിലെടുത്തു. കാറുകാരന് ക്ഷമ കെട്ടു. അയാൾ നീണ്ട് ഹോൺ മുഴക്കാൻ തുടങ്ങി. കെറ്റീഷ! കോണിച്ചുവട്ടിൽ നിന്ന് ആരോ ഉറക്കെ വിളിച്ചു. പെൺകുട്ടി തട്ടിപ്പിടഞ്ഞെണീറ്റു. ലില്ലിയുടെ കോപം നിറഞ്ഞ മുഖത്ത് നോക്കിയതും ഒന്നിനുമാവാതെ അവൾ വിളർത്തു നിന്നു. ലില്ലി വലിയ കോപത്തോടെ അവളെ പിടിച്ചിരുത്തി. പെൺകുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. വിളർത്ത കൊച്ചു ചുണ്ടുകൾ വിറച്ചു. കുനിഞ്ഞിരുന്ന് ഷൂ മിനുക്കിയപ്പോൾ ഒരു വലിയ തുള്ളി കണ്ണീര് അവളുടെ മൂക്കിൻ തുമ്പത്ത് നിന്ന് ഒരു നിമിഷം വിറച്ചിട്ട്
ലില്ലിയുടെ ഷൂസിന്മേലേക്ക് അടർന്നു വീണു. കെറ്റീഷ! കോണിച്ചുവട്ടിൽ നിന്ന് സിസ്റ്റർ ഡോറാത്തി പിന്നെയും ഉറക്കെ വിളിച്ചു. എന്നിട്ടവർ കോണിക്കേറി മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് കോണിപ്പടികൾ ഓടിക്കയറിയതുകൊണ്ട് അവർ മെല്ലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കെറ്റീഷ, ഗേറ്റിൽ കാർ വന്നത് അറിഞ്ഞില്ലേ നീ? കെറ്റീഷ ഉവ്വെന്ന് തലയാട്ടി. അവൾക്ക് പേടി കൊണ്ട് എണീക്കാനേ കഴിഞ്ഞില്ല. മറുപടി പറയാൻ കഴിയാതെ അവൾ വിറച്ചു. എന്താ, ചെവി അടച്ചു പോയോ? സിസ്റ്റർ ദേഷ്യപ്പെട്ടു. ഞാൻ കെറ്റീഷ പറയാൻ തുടങ്ങി. ഓട്, ഓടാൻ, സിസ്റ്റർ ഒച്ചയിട്ടു. കെറ്റീഷ എണീറ്റോടി. നോ, ലില്ലി ഉറക്കെ പറഞ്ഞു. സിസ്റ്റർ ഡൊറോത്തി ചോദ്യരൂപത്തിൽ ലില്ലിയെ നോക്കി. എൻ്റെ ഷൂസ് ഇനിയും എനിക്ക് കഴിഞ്ഞിട്ടില്ല സിസ്റ്റർ. ഇത് വല്ലാത്ത കുഴപ്പം തന്നെ. പകുതി പോളിഷ് തേച്ച ഷൂസുമിട്ട് എത്ര നേരം ഞാൻ വെറുതെ കളയണം? എനിക്ക് ഇന്ന് നേരത്തെ ക്ലാസ്സിൽ പോകണം. മിണ്ടാതിരിക്കൂ ലില്ലി, സിസ്റ്റർ ഈർഷയോടെ പറഞ്ഞു. കെറ്റീഷ കോണിപ്പടികളിൽ ഒന്നിൽ തെല്ലുനേരം പകച്ചു നിന്നിട്ട് ഓടിയിറങ്ങി. എന്തിനും മിണ്ടാതിരിക്കണം? എനിക്കുടനെ എൻ്റെ ഷൂസ് പോളിഷ് ചെയ്ത് കിട്ടണം. ഇതെന്തൊരു കുട്ടി! അസഹ്യമായ അരിശത്തോടെ സിസ്റ്റർ അടുത്തു ചെന്നു. ഇങ്ങു തരൂ കുട്ടി, ഞാൻ ചെയ്തു തരാം. സിസ്റ്റർ പെട്ടെന്ന് നിലത്തിരുന്ന് ഉടുപ്പിൻ്റെ കൈകൾ മേലോട്ട് കയറ്റി വെച്ചു. എന്നിട്ട് ബ്രഷ് കയ്യിലെടുത്ത് ഒരു നിമിഷം സിസ്റ്ററെ തറച്ചു നോക്കിയിട്ട് ലില്ലി പെട്ടെന്ന് കാൽ വലിച്ചു. അത് ഞാൻ ഉദ്ദേശിച്ചില്ല. അവൾ ഷൂസ് വലിച്ചൂരി കട്ടിലിന് അടിയിലേക്ക് എറിഞ്ഞു. സ്റ്റോക്കിങ്സ് ചുരുട്ടിക്കൂട്ടി കയറ്റുപായിലിട്ടു. പിന്നെ കാലുകൊണ്ട് ചെരുപ്പുകൾ തപ്പിയെടുത്തിട്ട് ചടപടാ കോണി ഇറങ്ങിപ്പോയി. ഹോ, സിസ്റ്റർ സ്വന്തം നെറ്റിയിൽ അടിച്ചു. പിന്നെ പിറുപിറുത്തുകൊണ്ട് കോണിപ്പടി ഇറങ്ങി. ബോർഡിംഗ് ഹൗസിൻ്റെ വരാന്തയിലെ ചവിട്ടുപടികളിൽ ഒന്നിൽ പോയിരുന്നു ലില്ലി. മുറ്റത്തെ ഗുൽമോഹറിൽ നിന്ന് ചവിട്ടുപടിയിലും വരാന്തയിലും വീണ് കിടന്നിരുന്ന പൂക്കളെടുത്ത് അവൾ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചൂടുപിടിച്ചിരുന്നു. ചുവന്ന വര പോലുള്ള ചുണ്ടുകൾ വിറച്ചിരുന്നു. എന്തൊരു ധിക്കാരമാണപ്പാ, സിസ്റ്റർ ഡൊറോത്തി ഓർത്തു. ലില്ലിയെപ്പറ്റി ഒരു 100ാമത്തെ തവണയാണ് സിസ്റ്റർ ഇങ്ങനെ വിചാരിക്കുന്നത്. തെല്ലും മുമ്പ് ഡൈനിങ് ഹാളിൽ വെച്ച് അവൾക്കുണ്ടായ ബഹളം കുറച്ചൊന്നുമല്ല. ലില്ലിക്ക് കിട്ടിയ റൊട്ടി കഷ്ണങ്ങൾ അല്പം കരിച്ചിലെത്തിയതായിരുന്നു അത്രേ. അതങ്ങനെ എങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അവൾക്ക് അല്പം ശ്രദ്ധിച്ചു തന്നെയാണ് എല്ലാം നൽകിയിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ അടുക്കളയിൽ സിസ്റ്റർ നീര ആയിരുന്നു. അവർക്ക് അത്തരം വിവേചനങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ലില്ലിയുടെ റൊട്ടി കഷ്ണങ്ങൾ മോശമാക്കണമെന്നൊന്നും അവർ കരുതിയിരിക്കില്ല. എന്തായാലും അങ്ങനെയാണ് ഉണ്ടായത്. അഥവാ അല്പം കരിഞ്ഞാലും കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാറോ അറിയാറോ ഇല്ല. ഇത് പക്ഷേ ലില്ലിയാണ്. ഡൈനിങ് ടേബിളിലെങ്ങാനും ഒരു കരട് കണ്ടാൽ ഇരിക്കാൻ കൂട്ടാക്കാത്ത കുട്ടി. സിസ്റ്റർ നീരായ്ക്ക് അതൊന്നും അത്ര അറിയില്ലായിരുന്നു. റൊട്ടി കഷ്ണങ്ങൾ കരിയുക മാത്രമല്ല, ജാമും ബട്ടറും ഒലിച്ചു ചാടി അരികുകളിൽ തൂങ്ങിക്കിടക്കുകയുമായിരുന്നത്രേ. കണ്ടയുടനെ അവൾ പ്ലേറ്റ് തള്ളി മാറ്റി. ലില്ലിയപ്പ എന്ന ഈ പുതിയ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.